സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള കാരണം, ഈ ഡിലേഡ് ആയിട്ടുള്ള ബർത്ത് രജിസ്ട്രേഷൻ, അതായത് സാധാരണഗതിയിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്നതിന് ജനനമായാലും മരണമായാലും അത് സംഭവിച്ച് 21 ദിവസമാണ് നോർമൽ ടൈമായിട്ട് കണക്കാക്കുക. പിന്നീട് ചെറിയൊരു ലേറ്റ് ഫീ അടച്ച് 30 ദിവസം വരെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആയത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 30 കഴിഞ്ഞാൽ പിന്നെ 1 വർഷം വരെ ജില്ലാ രജിസ്ട്രാറുടെ അനുമതി കൂടി മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ RDO, റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് തദ്ദേശ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഡിലേഡ് ആയിട്ടുള്ള, അതായത് 1 വർഷം കഴിഞ്ഞ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അനുമതി ആവശ്യമായിട്ടുള്ള ഒരുപാട് രജിസ്ട്രേഷനുകൾ ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. പലരും അത് ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും വിദേശത്ത് പോകുന്നതിൻ്റെയോ മറ്റു അതുപോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരം ജനന സർട്ടിഫിക്കറ്റ് പൊതുവിൽ ആളുകൾ അന്വേഷിക്കാറ്. ഇപ്പോൾ ഈ SIRമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്. അതായത് ഡിലേഡ് രജിസ്ട്രേഷൻ, RDOയുടെ അനുമതി ആവശ്യമായ രജിസ്ട്രേഷൻ, വൈകിയുള്ള രജിസ്ട്രേഷൻ നടത്തുന്നതിന് 2026 ഏപ്രിൽ വരെ കേന്ദ്ര സർക്കാർ ഒരു സമയപരിധി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വളരെ തെറ്റായ ഒരു പ്രചരണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അത് തീർത്തും തെറ്റാണ്. അത് ഫേക്കായിട്ടുള്ള പ്രചരണമാണ്. ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനയും കേന്ദ്ര സർക്കാർ വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജനന രജിസ്ട്രേഷൻ എന്നുള്ളത് 1969 ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിരന്തരം നടന്നു വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചിലത് സമയപരിധി കഴിഞ്ഞു പോകാം. അതിന് അതിൻ്റേതായ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രൊസീജിയറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഏതെങ്കിലും ഒരു ഡേറ്റ് ബാർ ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാവുന്നത് നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് അസാധ്യമാണ്. ഒരു ആക്ട് നിലനിൽക്കുന്നിടത്തോളം അത്തരം ഒരു ബാർ കൊണ്ടുവരിക, അതായത് ഒരുപാട് ആളുകൾക്ക് ജനനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വരിക എന്നുള്ളത്, അത് തെറ്റായിട്ടുള്ളൊരു, അങ്ങനെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരാൻ പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യാതൊരു നിബന്ധനയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, SIRമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഒരു പക്ഷേ ആകാംക്ഷകളോ ആകുലതകളോ മുതലെടുക്കുന്നതിനായിട്ടുള്ള ഒരു തെറ്റായ പ്രചരണം ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.